ഹായ് മക്കളെ, പ്ലസ് ടു ലൈഫ് എങ്ങനെ പോകുന്നു? എൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യ്. പൊളി ലുക്കായില്ലേ? എടാ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇതിനൊന്നും വേണ്ടിയല്ല. നിങ്ങൾക്ക് ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓണപരീക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം പോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓണപരീക്ഷ ഉണ്ടായിരിക്കും. ഓണപരീക്ഷ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില മഹാന്മാരും മഹതികളോടും പറയാണ്, സമയമായി. ഓണപരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായും സ്കൂളുകളിൽ നടത്തിയിരിക്കും. ഇനി അതിന്റെ ഡേറ്റ് അല്ലേ, ഡേറ്റിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇറക്കിയ വിദ്യാഭ്യാസ കലണ്ടറിൽ ഓഗസ്റ്റ് മാസം 20-ാം തീയതി തൊട്ടാണ് ഓണപരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ ഓരോ ക്ലാസ്സിന്റെയും വന്നിട്ടില്ല, നമുക്ക് വൈകാതെ തന്നെ അത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓഗസ്റ്റ് 20-ന് ശേഷം നിങ്ങൾ പ്ലസ് ടു കുറച്ച് സബ്ജക്ട്സ് കുറവായതുകൊണ്ട് ഓഗസ്റ്റ് 21-ഓ 22-ഓ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഡേറ്റിനായിരിക്കും നിങ്ങൾ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓണപരീക്ഷ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്, അത് ഏത് തരം എക്സാം ആണെന്നാണ്. കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ നിങ്ങൾ ഓണപരീക്ഷ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ല, അങ്ങനെ ഒരു എക്സാം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാ? പ്ലസ് വൺ അഡ്മിഷൻ ലേറ്റ് ആയതുകൊണ്ട് പൊതുവെ പ്ലസ് വൺ ഓണപരീക്ഷ കുറച്ച് വർഷങ്ങളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. എന്നാൽ ഒരു കാര്യവും ഇല്ലാതെ തന്നെ പ്ലസ് ടുവിലും അതേ രീതി എന്ത് ചെയ്തിരുന്നു, തുടർന്നിരുന്നു. അതായത് ഗവൺമെന്റ് സൈഡിൽ നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സൈഡിൽ നിന്ന്, എനിക്ക് തോന്നുന്നു സാമ്പത്തിക കാരണങ്ങളായിരിക്കണം, അതൊക്കെ കാരണം എന്ത് ചെയ്യാറില്ല, ഓണപരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് അയച്ചു കൊടുക്കാറില്ല. അതിനർത്ഥം സ്കൂളുകളിലെ ടീച്ചേഴ്സ് തന്നെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു എക്സാംസ് നടത്തിയിരുന്നത്. നിങ്ങൾ ഈ രീതിയോട് യോജിക്കുന്നുണ്ടോ? അതായത് നിങ്ങളെ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരു എക്സാം ഓണപരീക്ഷ നിലയിൽ നടത്തുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും എല്ലാ കുട്ടികളും എഴുതുന്ന ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ഏത് രീതിയിലോടാണ് നിങ്ങൾ യോജിക്കുന്നത്? ഒരു സെൻട്രലൈസ്ഡ് ഒഫീഷ്യൽ എക്സാമിനാണോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു അൺഒഫീഷ്യൽ എക്സാം ആണോ? താഴ്ന്ന് കമന്റ് ചെയ്യണേ. ഒഫീഷ്യൽ ആണെങ്കിലും അൺഒഫീഷ്യൽ ആണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം, എനിക്ക് അറിയാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട്. രണ്ടിന് രണ്ട് വശമുണ്ട്, അതും കൂടി ഞാൻ പറയാം, എന്നിട്ട് അതിലേക്ക് വരാം. അതായത് ഒഫീഷ്യലായിട്ട് ഒരു സെൻട്രലൈസ്ഡ് എക്സാം നടത്തുമ്പോൾ നല്ല രീതിയിൽ റിസർച്ച് നടത്തി മികച്ച ഒരു അധ്യാപകർ ഒരു പാനൽ ഉണ്ടാക്കി അവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, തയ്യാറാക്കാറ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുക, മാക്സിമം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. അതിൽ ഈസി ചോദ്യങ്ങൾ ഉണ്ടാവും, മീഡിയം ചോദ്യങ്ങൾ ഉണ്ടാവും, ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും എല്ലാം ഒരു പ്രത്യേക ഒരു റേഷ്യോയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് ലെവലുള്ള കുട്ടിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മിനിമം മാർക്കൊക്കെ വാങ്ങാനും പഠിച്ച കുട്ടിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ സ്കൂളുകളിൽ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ രീതിയിൽ ഡിസ്കഷന് ടീച്ചേഴ്സിന് സമയം കിട്ടാറില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റാറില്ലായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോരായ്മയും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിൽ നിങ്ങൾ അനുഭവിച്ചതായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, ക്രിസ്മസ് എക്സാം വന്ന സമയത്തായിരുന്നു നിങ്ങൾ ഇതേപോലെ ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത്. ആ ചോദ്യ പേപ്പർ കണ്ട് ആകെ കിളി പോയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫിസിക്സും മാത്സും ഒക്കെ കണ്ട് നിങ്ങൾ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ. ഓർമ്മ ഉണ്ടോ? ക്രിസ്മസ് എക്സാമിന്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ക്രിസ്മസ് എക്സാമിന് വരുന്നതിനേക്കാളും നല്ലത് ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഫോർമാറ്റും അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഏത് രീതിയിൽ എക്സാം ആണെന്നൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തിലെ ഒരുവിധം ടീച്ചേഴ്സ് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്, പ്ലസ് ടുവിലെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് പേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് തരണമെന്ന്. ഞങ്ങൾ തയ്യാറാക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തയ്യാറാക്കുന്നതാണ്. അത് മടി കൊണ്ടല്ല, ഈ കാരണം കുട്ടികൾക്ക് ഒരു എക്സാം ഒരു ഓവറോൾ ഒരു ഫീൽ കിട്ടാനാണ്. അപ്പോൾ അതിൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് എക്സാം ആണോ? ഇമ്പോർട്ടൻ്റ് എക്സാം ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾ പ്ലസ് വണ്ണിൽ ഒരു ഓണപരീക്ഷ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ ഓണപരീക്ഷയുടെ ശേഷം, അതായത് ലീവിന് ശേഷം ഒരു PTA മീറ്റിംഗ് വിളിക്കും. ആ PTA മീറ്റിംഗ് നിങ്ങളൊരു പ്രോഗ്രസ് കാർഡ് നിങ്ങളെ പാരൻസിനെ വിളിച്ച് കൊടുക്കും, സൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങളെ പാരൻസിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു കൂടി എന്നല്ല കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കുള്ള CE മാർക്കിൻ്റെ കംപ്ലീറ്റ് എന്താ, നിങ്ങൾ ഫുൾ ഫോം ആലോചിച്ച് നോക്കുക. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ വർഷം കിട്ടാനുള്ള, കഴിഞ്ഞ വർഷം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ ഓരോ സബ്ജക്ട്സിൽ 20 ഇത്തവണ മുഴുവൻ മാർക്ക് കൊടുക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കേരളത്തിൽ മാർക്ക് പൊതുവേ ദാനം കൂടുതലാണ്, പ്രത്യേകിച്ച് CE മാർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ CE മാർക്ക് ദാനമൊക്കെ ഒഴിവാക്കണം എന്നുള്ള പല വാദങ്ങളൊക്കെ ഉയർത്തുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതുപോലെയുള്ള എക്സാംസിൻ്റെ മാർക്കൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും CE മാർക്ക് ഇത്തവണ ടീച്ചേഴ്സ് പരിഗണിക്കാൻ ചാൻസ്. അതിനുള്ള മുറവിളി കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണപരീക്ഷയുടെ മാർക്ക് കുറഞ്ഞാൽ
നല്ലൊരു രീതിയിൽ നിങ്ങളുടെ മാർക്ക് ബാധിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ക്രിസ്മസിനും അതിനുശേഷമുള്ള യൂണിറ്റ് എക്സാമിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഇത് കംബാക്കിൻ്റെ അവസരമുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം പാരൻസിനെ വിളിച്ചുള്ളൊരു മീറ്റിംഗ് ആണ്. +2 എത്തിയതിനു ശേഷം +1 നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. തെറ്റുകൾ ഇൻ ദ സെൻസ് പഠിക്കാതെ ഉഴപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തിരുത്തി ഇവൻ നന്നായി എന്ന് നിങ്ങളുടെ പാരൻസിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഫീലിംഗ് അല്ലേ? പാരൻസിന് ഒരു പ്രൗഡ് ഫീലിംഗ് അല്ലേ? നമുക്കും അതൊരു എനർജി ആയിരിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് എക്സാം ആയിട്ട് നിങ്ങൾ കാണുക. ഓണപ്പരീക്ഷ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് കുറച്ചുകൂടി പഠിക്കാനുള്ള ട്രാക്കിൽ കയറും. ആ ഉഴപ്പും കാര്യങ്ങളൊക്കെ +2 നിന്നൊന്ന് മടി മാറാനുള്ള ഒരു നല്ലൊരു അവസരമായി നിങ്ങളിത് മാറ്റുക. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ബാക്കി വീഡിയോസ് ആയിട്ട് തരും. സബ്ജക്റ്റ് വൈസ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടേ? ഓരോ സബ്ജക്ട്സിന് എത്ര ചാപ്റ്റേഴ്സ്, അതിലെ വെയിറ്റേജ് കാര്യങ്ങൾ വേണ്ടേ? പിന്നെ ഓരോ ചാപ്റ്ററിൽ ചോദിച്ച PYQs ഒക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.